നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്നതിനു ശേഷം ആദ്യമായി പ്രതികരിച്ച് അതിജീവിത. ഇങ്ങനെയാണ് അതിജീവിതയുടെ വാക്കുകൾ. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കുമൊടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാരുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്തു പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങളത് തുടരുക, അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്, അതിജീവിത ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടതും പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷ ലഭിച്ചതും സമൂഹത്തിൽ ചർച്ചയാകുന്നതിനിടെയാണ് അതിജീവിതയുടെ പ്രതികരണം. വിധി പ്രസ്താവം പലർക്കും നിരാശ സമ്മാനിച്ചിരിക്കാമെന്നും എന്നാൽ താനിത് മുമ്പേ പ്രതീക്ഷിച്ചിരുന്നതാണെന്നും ആക്രമിക്കപ്പെട്ട നടി പറയുന്നു. എന്തുകൊണ്ട് വിധിയിൽ വിശ്വാസമില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിലുണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. ഞാനൊരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണം എന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു. ഇതെന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു, അതിജീവിത പറയുന്നു. ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ. സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്.